പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നാം വെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 48-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജിമ്മിയുടെ സ്വപ്ന ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം നെല്ലിമറ്റത്തേക്കുള്ള യാത്ര. ആ യാത്രയിൽ ജിമ്മിയെ കാത്തിരിക്കുന്നത് ആരാണ്? കേൾക്കാം. നാം വെടുക്കുന്ന പ്രണയം 48-ാം ഭാഗം. ബുധനാഴ്ച രാവിലെ തന്നെ പുറപ്പെടണം എന്ന് അന്നമ്മ ചേടത്തിയോട് ജിമ്മി തലേദിവസം പറഞ്ഞു. മന്ത്ര കഴിയുവോളം നിൽക്കാൻ ചേടത്തിക്ക് മനസ്സുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? ജിമ്മി കഴിഞ്ഞ 2 ദിവസം തന്നെ നിന്നത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണെന്ന് ചേടത്തിക്കറിയാം. ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതനുസരിച്ച് രാവിലെ തന്നെ അന്നമ്മ ചേടത്തി റെഡിയായി. എല്ലാവരോടും വിവരം പറഞ്ഞു. മന്ത്രയുടെ അന്ന് വരാമെന്നും പറഞ്ഞ് രാവിലെ തന്നെ അവർ രണ്ടുപേരും പുല്ലരിയിലേക്ക് മടങ്ങി. 5-ാം ദിവസമാണ് വീട് വെഞ്ചിരിപ്പ് ചടങ്ങായ മന്ത്ര നടത്താൻ തീരുമാനിച്ചത്. ജിമ്മി പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. വന്ന വഴി തന്നെ അമ്മച്ചിയോട് ആ കാര്യം പറയുകയും ചെയ്തു. അന്നമ്മ ചേടത്തി മാത്രം ശനിയാഴ്ച പോയി വൈകിട്ടോടെ മടങ്ങി വന്നു. അതോടെ നെല്ലിമറ്റവുമായുള്ള ജിമ്മിയുടെ ബന്ധത്തിൻ്റെ പ്രധാന കണ്ണി അവസാനിച്ചു. മഴക്കാലം തുടങ്ങാൻ ഇനി കഷ്ടിച്ച് 1 മാസമേ ഉണ്ടാവുകയുള്ളൂ. അതിനു മുൻപ് എല്ലാ പണിയും തീർക്കണമല്ലോ. അതുകൊണ്ട് വീടിൻ്റെ പണി വളരെ ശീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം പോയാൽ രാത്രിയാകുവോളം ജിമ്മി വീടിൻ്റെ അടുത്ത് തന്നെയാണ്. മെയ് മാസം 15-ന് അടുത്ത ഒരു ദിവസം വീടിൻ്റെ വെഞ്ചിരിപ്പ് നടത്താൻ കഴിയും എന്നാണ് കോൺട്രാക്ടർ പറഞ്ഞത്. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തന്നെ ജോലികൾ പുരോഗമിക്കുന്നുണ്ടല്ലോ. സമയത്ത് തന്നെ വെഞ്ചിരിപ്പ് നടത്താൻ കഴിഞ്ഞേക്കും. ജിമ്മിയുടെ സ്വപ്ന മനോഹര ഭവനം ഏകദേശം പണി തീർന്നു. മെയ് മാസം 13-ാം തീയതി ഞായറാഴ്ച വീട്ടിൽ കയറി താമസത്തിന് പറ്റിയ ദിവസമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഞായറാഴ്ചയായതുകൊണ്ട് വികാരി അച്ഛനോട് ചോദിച്ചിട്ട് മാത്രമേ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ കെണിഞ്ഞത് തന്നെ. വിളിക്കാൻ ഉള്ളവരെയെല്ലാം വിളിച്ച് ഒരുവിധം ആഘോഷമായി നടത്താനാണ് ജിമ്മിയുടെ ആഗ്രഹം. എത്ര ആഗ്രഹിച്ചും കഷ്ടപ്പെട്ടുമാണ് ഒരു വീടുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആഘോഷമായി കയറിത്താമസം വെക്കണമല്ലോ. സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ആഹ്ലാദം പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കാനാണ് എല്ലാവരെയും പോലെ അയാളും ആഗ്രഹിക്കുന്നത്. അത് തികച്ചും ന്യായമല്ലേ? ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരു ദിവസം ജിമ്മി പടവിൽ വീട്ടിൽ പോയി. അപ്പച്ചൻ ചേട്ടൻ കടയിൽ നിന്നും വരുന്നത് കണ്ടതിന് ശേഷമാണ് ജിമ്മി ക്വാർട്ടേഴ്സിൽ നിന്നും ഇറങ്ങിയത്. ജിമ്മി എന്താ വൈകിട്ട് ഇറങ്ങിയത്? വീടിൻ്റെ പണികളൊക്കെ എങ്ങനെയായി? അതിൽ പിന്നെ ഒന്ന് വരാൻ പറ്റിയുമില്ല. മനഃപൂർവ്വമല്ല കേട്ടോ. അത് പിന്നെ എനിക്കറിയാൻ മേലേ. പണികളൊക്കെ ഏതാണ്ട് തീർന്നു. ഇനി മുറ്റത്തിൻ്റെയും പൂന്തോട്ടത്തിൻ്റെയും പണികളേ ബാക്കിയുള്ളൂ. പിന്നെ ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റും വാങ്ങണം. ഫർണിച്ചർ വാങ്ങാൻ മാമച്ചൻ്റെ കടയിൽ പോവുകയാണെങ്കിൽ പറഞ്ഞാൽ നല്ല ഇളവ് കിട്ടും. മാമച്ചനെ അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞെന്ന് മാത്രം. വേറെ സുഹൃത്തുക്കളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റണ്ട. സാറാമ്മച്ചേടത്തിയുടെ ആങ്ങളയല്ലേ പിള്ളേരുടെ മാമച്ചായി. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് തന്നെ വാങ്ങാം. അത് നല്ലത് തന്നെ. ഞാനൊരു നിർദ്ദേശം പറഞ്ഞുവെന്നേ ഉള്ളൂ.
ജിമ്മിക്കും ആശയങ്ങൾ കാണാതിരിക്കുമോ? ഏതായാലും വാങ്ങുമ്പോൾ നല്ലത് വാങ്ങണം. പിന്നെ അടുക്കളയിലേക്കുള്ളത് വാങ്ങാൻ പോകുമ്പോൾ ചേടത്തിയുടെ കൂടെ ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടുന്നത് നല്ലതാ. അവരാകുമ്പോൾ അതിൻ്റെ മട്ടത്തിന് ചെയ്തോളും. അതിന് ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് സാറാമ്മ ചേടത്തിയെയാണ്. ചേടത്തിയെ കൂടി അന്ന് ഞങ്ങളുടെ കൂടെ വിടണം. അമ്മച്ചിമാർ രണ്ടും കൂടി വേണ്ടതൊക്കെ തിരഞ്ഞെടുത്തോട്ടെ. ആ കാര്യത്തിൽ സാറാമ്മ ഒരു മിടുക്കിയാണേ. വേണ്ടത് മാത്രമേ എടുക്കുകയുള്ളൂ, ഉപകാരമുള്ളത് മാത്രം. വേണ്ടതിലൊന്നും വിട്ടുപോവുകയുമില്ല. അങ്ങനെയുള്ള ആളാണല്ലോ വേണ്ടത്. വെറുതെ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് എന്നതാന്നേ കാര്യം. അങ്ങനെ ആ കാര്യം തീരുമാനമായി. സിൽവി അപ്പോഴേക്കും 2 പേർക്കുമുള്ള കാപ്പി കൊണ്ടുവന്നു. അത് കുടിച്ചു കഴിഞ്ഞതേ പോകാനായിരുന്നു ജിമ്മിയുടെ പ്ലാൻ. അന്നേരം വേറൊരു കാര്യം ഓർത്തു. അടുത്ത പ്രശ്നത്തെക്കുറിച്ചാണ് ഓർത്തത്. 13-ാം തീയതി ഞായറാഴ്ച വീട് വെഞ്ചിരിപ്പിന് വികാരിയച്ഛൻ സമ്മതിക്കുമോ എന്നതാണ് പ്രശ്നം. കാരണം വിശുദ്ധ കുർബാന അല്ലാതെ ഒരു കർമ്മങ്ങളും ഞായറാഴ്ച നിർബന്ധമല്ല. അച്ഛൻ്റെ തീരുമാനത്തിന് ചെയ്യുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ആകാം. പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞെങ്കിൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ചിലർ തീരുമാനം മാറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും ജിമ്മി അപ്പച്ചൻ ചേട്ടൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. കാരണം ജിമ്മി ഈ ഇടവകയിലേക്ക് ഈയിടെ ചേർന്നതേ ഉള്ളൂ. അച്ഛനുമായി പരിചയം തീരെ കുറവാണ്. എന്നാൽ അപ്പച്ചൻ ചേട്ടൻ്റെ കാര്യം അങ്ങനെയല്ല. പഴയ ഇടവകക്കാരനാണ്. ആ പരിഗണന ഏതായാലും അച്ഛൻ കൊടുക്കും. മാത്രവുമല്ല, അവർ തമ്മിൽ നല്ല ലോഹ്യത്തിലുമാണ്. വീട് വെഞ്ചിരിക്കാൻ 13-ാം തീയതി ഞായറാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. അതിന് കാരണവുമുണ്ട്. എൻ്റെ കൂട്ടുകാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും വരണമല്ലോ. അവരുടെ ബന്ധുക്കൾക്കും എല്ലാം വരാൻ പറ്റിയ ഒരു ദിവസമാണ് അത്. അതുകൊണ്ട് ആ ദിവസം വീട് വെഞ്ചിരിച്ച് തരാമെന്ന് അച്ഛനെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കണം. അത് ഞാൻ ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. ചേട്ടനാകുമ്പോൾ അച്ഛൻ അങ്ങനെ തടസ്സം പറയില്ല. ജിമ്മി ഈ കാര്യം നമ്മുടെ അച്ഛനോട് സംസാരിച്ചിരുന്നോ? അതിനുശേഷം ഞാൻ പറയുന്നതല്ലേ അതിൻ്റെ ശരി. ഏതായാലും വീട് പണി തീർന്ന കാര്യം അച്ഛനോട് ഒന്ന് പറഞ്ഞേക്ക്. എന്നിട്ട് എന്നാണ് വെഞ്ചിരിച്ച് തരാൻ പറ്റുന്നത് എന്നൊന്ന് ചോദിക്ക്. അതിന് മുൻപ് ഞാൻ ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു വെക്കുകയും ചെയ്യാം. അത്രയും മതി. അതുകൊണ്ട് തന്നെ കാര്യം തീരുമാനമാകും. എനിക്കുറപ്പാ. അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും വിളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യാം. പറഞ്ഞ പ്രകാരം അടുത്ത ദിവസം തന്നെ അപ്പച്ചൻ ചേട്ടൻ പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു. മറ്റ് കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ജിമ്മിയുടെ വീട്ടുകാര്യവും പറഞ്ഞു. അവരുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരാൾ എന്നതിനേക്കാൾ കൂടുതലായി പ്രത്യേക പരിഗണന ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അച്ഛനോട് സംസാരിച്ചത്. അല്ലെങ്കിലും അപ്പച്ചൻ ചേട്ടന് ജിമ്മിയുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടോ 13-ാം തീയതി ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം വീട് വെഞ്ചിരിപ്പ് നടത്താം എന്ന് പറയാൻ അച്ഛൻ അപ്പച്ചൻ ചേട്ടനെ ഏൽപ്പിച്ചു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഇടിപിടിയെന്ന് തീരുമാനമാകും. അതിനു മുൻപ് അച്ഛനെ പള്ളിയിൽ ചെന്ന് കാണണം എന്ന് ജിമ്മിയോട് പ്രത്യേകം പറയാനും ഏൽപ്പിച്ചു. അത് പിന്നെ പുതിയതായി ഇടവകയിലേക്ക് വരുന്നയാളിനെ അച്ഛന് നേരിട്ട് കാണണ്ടേ. അച്ഛൻ തടസ്സം പറഞ്ഞാലോ എന്ന പേടി അങ്ങനെ മാറിക്കിട്ടി. ഇനിയിപ്പോൾ അച്ഛനെ കാണുന്നതോ പള്ളിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നതോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നീട് എല്ലാ കാര്യങ്ങളും
വളരെ തിടുക്കത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി. വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാൻ മാമച്ചായിയുടെ കടയിലാണ് അവർ പോയത്. അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നല്ല വിലക്കിഴിവിലാണ് ഫർണിച്ചറുകളെല്ലാം ജിമ്മിക്ക് കൊടുത്തത്. അതെങ്ങനെയാ? മേടിക്കാൻ പോകുന്നതിന് മുൻപേ പെങ്ങൾ വിളിച്ച് ശുപാർശ ചെയ്തില്ലേ? വില കുറച്ചത് മാത്രവുമല്ല, മേടിച്ച അത്രയും സാധനങ്ങളും അവരുടെ പുതിയ വീട്ടിലെത്തിച്ച് ഇറക്കി കൊടുക്കുകയും ചെയ്തു. ഏതായാലും എല്ലാവർക്കും സന്തോഷമായി. ഇനി അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ കൂടി എടുത്താൽ തൽക്കാലത്തേക്ക് വേണ്ടത് എല്ലാമാകും. അതിനായി ചേടത്തിമാർ രണ്ടും കൂടി ഒരു ദിവസം കോതമംഗലത്തിനങ്ങ് പോയി. അവിടുത്തെ ഒരു പ്രസിദ്ധമായ കടയിൽ കയറി ലിസ്റ്റ് പ്രകാരം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. സാറാമ്മച്ചേടത്തിയാണ് ലിസ്റ്റ് എഴുതാൻ നിർബന്ധിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയത്. കുറേയൊക്കെ സാധനങ്ങൾ ക്വാർട്ടേഴ്സിലുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും അങ്ങോട്ട് പോയ ജീപ്പിൽ തന്നെ തിരിച്ച് പുല്ലരിയിലേക്ക് പോന്നു. ഉച്ചഭക്ഷണം പോലും പുറത്തുനിന്ന് കഴിക്കുന്ന കാര്യത്തിന് സാറാമ്മ എതിരാണ്. സാധനങ്ങളെല്ലാം പുതിയ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. വീട് പൂട്ടി തങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി. ഇപ്പോൾ ഇനി താമസിക്കാനുള്ള ആളിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി വേണ്ടതൊക്കെ റെഡിയായി. പാപ്പച്ചൻ ചേട്ടൻ മരിച്ചതിന് ശേഷം അടക്കിൻ്റെ പിറ്റേന്ന് തിരിച്ചു പോന്നതല്ലാതെ പിന്നീട് മന്ത്രയ്ക്ക് പോലും ജിമ്മി നെല്ലിമറ്റത്തിന് പോയില്ലല്ലോ. ജൂലിയുടെ കാര്യം ഓർക്കുമ്പോൾ പോകാൻ തോന്നുന്നില്ല. അതാ കാരണം. അതുകൊണ്ട് വീട്ടിൽ കയറി താമസത്തിന് വിളിക്കാൻ ജിമ്മി പോകണമെന്ന് ചേടത്തിക്ക് നിർബന്ധമായിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് വിളിക്കാൻ ആണുങ്ങൾ തന്നെ പോകണം പോലും. അങ്ങനെ നിർബന്ധമുണ്ടോ? അമ്മച്ചിയുടെ വീടല്ലേ, അതിൻ്റെ വെഞ്ചിരിപ്പിന് അവരെ വിളിക്കാൻ അമ്മച്ചി പോയാലും മതിയെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ ഇപ്പം തോന്നണ്ട. ആണുങ്ങളുള്ളപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അവർ തന്നെ പോകണം. അതാ അതിൻ്റെ രീതി. നീയൊക്കെ ഇനിയും അതൊക്കെ പഠിക്കണം. പഴമക്കാരുടെ ഓരോ രീതികളല്ലേ അതൊക്കെ. തർക്കത്തിന് ഞാനില്ല. ഞാൻ തന്നെ പോകാത്തതുകൊണ്ട് ആരും വരാതിരിക്കണ്ട. അമ്മാവൻ മരിച്ചതിന് ശേഷം വീട്ടിൽ തനിച്ചായ അമ്മായിയെയും മക്കളെയും സന്ദർശിക്കാനും കൂടി ജിമ്മി ഒന്ന് പോകണമെന്നായിരുന്നു അന്നമ്മ ചേടത്തിയുടെ ഒരു നിർബന്ധം. ചേടത്തിക്ക് അവിടെ ഒന്നുകൂടെ പോകണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. അത് നടക്കണമെങ്കിലും എളുപ്പം ജിമ്മിയുടെ കൂടെ പോകുന്നതാണല്ലോ. എന്നാൽ ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകാനോ നിൽക്കാനോ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അറിയാമല്ലോ, അമ്മയുടെ ആഗ്രഹമല്ലേ. അതിനെതിര് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വെള്ളിയാഴ്ച വൈകുന്നേരം നെല്ലിമറ്റം വരെ പോയി. അന്ന് അവിടെ തങ്ങിയാലും പിറ്റേ ദിവസം രാവിലെ തന്നെ മടങ്ങിപ്പോകണമെന്ന് നേരത്തെ അമ്മയോട് പറഞ്ഞിട്ടാണ് ജിമ്മി പോയത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടതോ, കാണരുതെന്ന് വിചാരിച്ച ആളിനെ തന്നെ. സിറ്റൗട്ടിൽ ജൂലി മാമ്മി അമ്മായിയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പോരെ വിഷമം. പ്രിയപ്പെട്ടവരെ, നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 48-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജൂലിയെ വീണ്ടും കണ്ട നിമിഷം ജിമ്മിയുടെ മനസ്സിൽ എന്തൊക്കെ വികാരങ്ങളാണ് ഉണർത്തിയത്? ഈ കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവാകുമോ? അതിനുള്ള ഉത്തരങ്ങൾ അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. വീണ്ടും കാണാം അടുത്ത ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം.